നമസ്കാരം. ഒരു കഥ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാർത്ത തുടങ്ങാം. കഥ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഞാൻ ആരെക്കുറിച്ചായിരിക്കും പറയാൻ പോകുന്നതെന്ന്. എട്ടുകാലി മമ്മൂഞ്ഞിനെ അറിയാത്തവരുണ്ടാവില്ല. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥാപാത്രമാണ് ഈ കക്ഷി. തന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത ഒന്നുകൊണ്ട് മാത്രമാണ് ഈ കഥാപാത്രം പ്രശസ്തിയാർജിച്ചത്. നാട്ടില് എന്ത് നടന്നാലും അതിന്റെ ക്രെഡിറ്റ് മമ്മൂഞ്ഞ് അങ്ങ് ഏറ്റെടുക്കും. മമ്മൂഞ്ഞിനൊരു കാര്യത്തിലാണ് കമ്പം, അത് ഗർഭത്തിൽ. നാട്ടില് ആരെപ്പോൾ ഗർഭം ധരിച്ചാലും അതിന്റെ ഉടമസ്ഥാവകാശം മമ്മൂഞ്ഞ് ഏറ്റെടുക്കും. അങ്ങനെ ഒരു നാൾ പാറുക്കുട്ടി ഗർഭിണിയാണെന്ന് ആരോ പറയുന്നത് കേട്ടു. ഉടനെ ചാടിക്കേറി മമ്മൂഞ്ഞ് കാച്ചി. അത് ഞമ്മളാണ്. എന്നാൽ മമ്മൂഞ്ഞ് അറിയില്ലായിരുന്നു പാറുക്കുട്ടി എന്നത് മനയ്ക്കലെ ആനയായിരുന്നു എന്നത്. ഇതുപോലെയാണിപ്പോൾ കേരളത്തിലെ പിണറായി സർക്കാരിന്റെ കാര്യവും. കേന്ദ്രത്തിന്റെ എല്ലാ പദ്ധതികളുടെയും ഉടമസ്ഥാവകാശവും അത് ഞമ്മളാണെന്നാണ് മമ്മൂഞ്ഞിനെ പോലെ പിണറായി സർക്കാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. കേന്ദ്ര സർക്കാർ 54,000 കോടി രൂപ മുടക്കി കേരളത്തിൽ നടപ്പാക്കുന്ന 6 വരി ഹൈവേ റോഡ് വികസനം അത് ഞമ്മളാണ്. പാവപ്പെട്ടവർക്ക് വേണ്ടി വീട് പണിതു കൊടുക്കുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന പക്ഷെ നമ്മൾ പേര് മാറ്റി ലൈഫ് മിഷൻ എന്നാക്കി, അതും ഞമ്മളാണ്. 82 കോടി ജനങ്ങൾക്ക് സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി കേരളത്തിൽ അത് 5 രൂപയുടെ സഞ്ചിയിലാക്കി നൽകി, അത് ഞമ്മളാണ്. 248 കോടി ചിലവഴിച്ച് സ്വച്ഛ് അഭിയാൻ പദ്ധതിയിലൂടെ 2,39,360 കക്കൂസ് നിർമ്മിച്ചു നൽകി, അതും ഞമ്മളാണ്. ജൽജീവൻ പദ്ധതിയിലൂടെ 18 ലക്ഷം വീടുകളിൽ കുടിവെള്ളം കണക്ഷൻ മോദി നൽകി, അതും ഞമ്മളാണ്. 95.75 കോടി രൂപ ചിലവഴിച്ച് സൗഭാഗ്യ പദ്ധതിയിലൂടെ സൗജന്യ വൈദ്യുതി കണക്ഷൻ കേന്ദ്രം നൽകി, പക്ഷേ അത് ഞമ്മളാണ്. ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനമന്ത്രി സഡക് യോജന വഴി 500 കോടി മുടക്കി റോഡുകൾ പണിതു, അതും ഞമ്മളാണെന്നാക്കി. പറയാൻ നിന്നാൽ ഒരു വ്യാഴവട്ടക്കാലം പറയാനുണ്ട്. എന്താണെന്നറിയില്ല, ശീലമായി പോയതുകൊണ്ടും ഉളുപ്പെന്ന് പറയുന്ന പണ്ടേ ഇല്ലാത്തതുകൊണ്ടും കേന്ദ്രം ചെയ്യുന്ന പദ്ധതികളെല്ലാം തന്നെ ഉദ്ഘാടനത്തിന് തയ്യാറായി നിൽക്കുമ്പോൾ ഉടൻ തന്നെ അതിന്റെ മുൻപിലായി പിണറായി വിജയന്റെയും മരുമോൻ മന്ത്രിയുടെയും ഒക്കെ ചിത്രങ്ങൾ വെച്ചുകൊണ്ടുള്ള വലിയ വലിയ ബോർഡുകൾ ഉയരുന്നു. ഇതിനൊരു അന്ത്യമില്ലേ സഖാക്കളെ? സ്വന്തമായി ഒന്നും ചെയ്യുന്നില്ലതോ പോട്ടെ, മറ്റുള്ളവർ ചെയ്തു വയ്ക്കുന്ന നല്ല നല്ല പദ്ധതികളെ സ്വന്തം ക്രെഡിറ്റിൽ ഏറ്റെടുക്കുന്ന നെറികെട്ട ഈ പരിപാടിയെങ്കിലും ഒന്ന് മാറ്റിപ്പിടിച്ചൂടെ? വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.